തിരുവനന്തപുരം വിഴിഞ്ഞത്ത് KSRTC ഡിപ്പോയിലെ കെട്ടിടം തകർന്ന് വീഴാറായ അവസ്ഥയിലാണ്. പുതിയ കെട്ടിടത്തിനായി ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും കെട്ടിടം പണിയുന്നില്ല എന്ന ആക്ഷേപവും അവിടെ ഉയരുന്നുണ്ട്. റിനു ശ്രീധറാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് വിഴിഞ്ഞത്ത് നിന്ന്. റിനു, ഈ കെട്ടിടത്തിനായി ബജറ്റിൽ തുക വകയിരുത്തിയതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പണി തുടങ്ങുന്നതിന് കാലതാമസം? ആ കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ് റിനു? ഉന്മേഷ്, നമുക്കറിയാം നമ്മുടെ അഭിമാനമായിട്ടുള്ള അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം, ആ വിഴിഞ്ഞത്തെ KSRTC ഡിപ്പോയിലെ അവസ്ഥയാണ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയുന്നത്. ഏകദേശം 60-ലധികം വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് ഇവിടുത്തെ ATO ഓഫീസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കൗണ്ടർ അടക്കം, അതായത് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു മഴ പെയ്താൽ, നമ്മുടെ ക്യാമറാമാൻ കാണിക്കും, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 60 മുതൽ 70 വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന് അകത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ KSRTCയിലെ ജീവനക്കാർ പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ അവസ്ഥ. അതായത് 2022-23 ബഡ്ജറ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ 8 KSRTC ഡിപ്പോകൾക്ക് വേണ്ടി, 5 KSRTC ഡിപ്പോകൾക്ക് വേണ്ടി 50 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി എന്നുള്ളതാണ്. അതിനുശേഷം 23-24 ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം അത് 75 കോടി രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പണിയാത്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതും ചോദ്യമായി ഉയരുന്നുണ്ട്. അതായത് കുട്ടികളടക്കം, അതായത് കൺസെഷൻ എടുക്കാൻ കുട്ടികളടക്കം എത്തുന്ന ഒരു KSRTC ഡിപ്പോ അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിടം എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ജീവനക്കാർക്കും അറിയുന്നില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരൊന്നും ഇല്ല. ഒപ്പം CITയുടെ ഒരു സമ്മേളനവും ഈ ഡിപ്പോക്കകത്ത് വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ പോലും നമുക്ക് ചിലരെ ലഭ്യമാകുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കുന്നത്? ഇത് കാലാകാലങ്ങളായി കഴിഞ്ഞ ബഡ്ജറ്റിലും 5 ഡിപ്പോകൾക്കായി കുറച്ച് പൈസ വിലയിരുത്തിയിട്ട് പോലും അതിനെ അവർ ഒന്നും ഉപയോഗിക്കാതെ, PWD ആണോ ആരാണെന്നറിയില്ല, ഉപയോഗിക്കാതെ അത് ലാപ്സായിപ്പോയി. വീണ്ടും അത് 2023-24 കാലഘട്ടം ബഡ്ജറ്റിൽ അത് വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പണി ഈ അവസ്ഥയിലാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ചോദിച്ചിരുന്നോ എന്താണ് ഇത് സംഭവം? അല്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതിന് തൊട്ട് മുകളിലായിട്ട് ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മളെ തൊഴിലാളികൾ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലം, തൊട്ട് മുകളിലായിട്ട് വരും. അതെന്ന് പറയുന്നത് ഇതേ അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ കോട്ടയത്ത് സംഭവിച്ചതുപോലെ ഇവിടെയും ഇത് സംഭവിച്ചുകൂടാ എന്നില്ല. സാറിന് വേണമെങ്കിൽ അവിടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ സാറിന് പകർത്താൻ പറ്റും. കാര്യം പറഞ്ഞാൽ ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം, അവിടെയാണ് നമ്മളെ ഡ്രൈവർ, കണ്ടക്ടർമാർ അവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്. ഈ ഉന്മേഷ്, ഇവിടെ ഒരു തൊട്ടപ്പുറത്തൊരു ശൗചാലയമുണ്ട് KSRTCയുടെ. അതിന് തൊട്ട് മുകളിൽ ഒരു കെട്ടിടം, പഴയ കെട്ടിടം, പെയിൻ്റ് അടിച്ച AC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ഈ അടുത്ത കാലത്താണ് KSRTC മന്ത്രി എത്തി അതിനെ ഉദ്ഘാടനം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെയോട് അന്നും ഇക്കാര്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവരൊന്നും തന്നെ നമ്മളോട് പരസ്യമായി പ്രതികരിക്കുവാൻ എത്തുന്നില്ല. സസ്പെൻഷൻ ഭയക്കുന്നു എന്നുള്ളതാണ് അവർ നമ്മളോട് സ്നേഹത്തോടു കൂടി പറഞ്ഞത്. ഇപ്പോൾ ഈ കെട്ടിടം മറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ദൃശ്യത്തിൽ കാണാം വലിയ ഫ്ലെക്സുകൾ വെച്ച്, അതായത് മരങ്ങൾ, ചെടികൾ ഉൾപ്പെടെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ പൊടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതെല്ലാം മറച്ചുകൊണ്ട് ഈ KSRTCയുടെ പരസ്യം സ്വീകരിക്കുന്ന ചില ഫ്ലെക്സ് ബോർഡുകൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഇങ്ങനെ ഏതു നിമിഷവും തകരുന്ന സാഹചര്യത്തിലാണ്. നേരത്തെ ഈ ജീവനക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ വെയിറ്റ് ചെയ്യുന്നൊരു വെയിറ്റിംഗ് റൂമുണ്ട് തൊട്ട് മുകളിൽ. 2 നില കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥയും സമാന സ്ഥിതിയാണ്. ഏകദേശം ദൂരെ നിന്നും വരുന്ന KSRTC ജീവനക്കാരടക്കം ഇവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്. ഏത് നിമിഷവും തകർന്ന് അത് വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ്. അവിടെ വെച്ചാണ് ഇപ്പോൾ CITയുടെ ഒരു കൺവെൻഷനും നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാണ് KSRTC വകുപ്പ് മന്ത്രിയോടുകൂടി നമുക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യനുള്ള ജീവനുകളാണ് ഇതിനകത്ത് പണിയെടുക്കുന്നത്. സർക്കാർ ജീവനക്കാരാണെങ്കിൽ പോലും അവരും മനുഷ്യരാണ്. അവർക്ക് സർക്കാർ ശമ്പളം നൽകുന്നുണ്ടെങ്കിൽ പോലും അവരും മനുഷ്യരാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ കെട്ടിടം പുതുക്കി പണി, ഏകദേശം 50-70 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഈ വിഴിഞ്ഞം KSRTC ഡിപ്പോക്കകത്ത് ഉള്ളത്. പുതുതായിട്ടുള്ള കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പഴയൊരു കെട്ടിടം പെയിൻ്റ് അടിച്ച് AC ഫിറ്റ് ചെയ്ത് തൊട്ടടുത്ത് മന്ത്രി വന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് തന്നെയാണ് ജീവനക്കാരും ഇവിടെ എത്തുന്ന നാട്ടുകാരടക്കം പറയുന്നത്. ഉന്മേഷൻ, ഇപ്പോൾ ഈ ഒറ്റ കാഴ്ചയിൽ തന്നെ ആ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ പ്രകടമാണ്. ഈ കോൺക്രീറ്റുകളൊക്കെ
ഇളകി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു തവണ ഫണ്ട് ലാപ്സായി പോയി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള എന്ന് നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ടല്ലോ. അധികൃതരോട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ അവരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നോ റിനു? തീർച്ചയായും നമ്മൾ ഇക്കാര്യം KSRTC അധികൃതരോട് നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും MLA അടക്കമുള്ളവരോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ ഇത് KSRTC ആണ് ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം നടത്തേണ്ടത്. അതായത് KSRTC ഡിപ്പോകൾക്ക് വേണ്ടി 5 ഡിപ്പോകൾക്ക് വേണ്ടിയാണ്. അതിലൊന്നാണ് വിഴിഞ്ഞം, ഈ അന്താരാഷ്ട്ര തുറമുഖം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം. ഈ വിഴിഞ്ഞത്തിന് വേണ്ടി കൂടിയാണ് 75 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ട് അത് നിർമ്മിക്കുന്നില്ല എന്നുള്ളത് സർക്കാരാണ് അത് തീരുമാനിക്കുക. കാരണം ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ്, വിൻസെൻ്റ് MLA ആണ് ഇവിടുത്തെ MLA. അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരാക്കം കുറയുന്നു എന്നുള്ളൊരു സംശയം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ബജറ്റിൽ വകമാറ്റിയിട്ടുണ്ട് ഈ ഒരു ഫണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിർമ്മിക്കുന്നില്ല എന്നുള്ളതിൽ MLAക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉദ്യോഗസ്ഥരോട് നമ്മൾ അടിയന്തരമായി തന്നെ ഈ വിഷയം സംസാരിക്കും. അതിലൊരു മറുപടി ലഭ്യമാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അവരെ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ KSRTC ഡിപ്പോയിലെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഏതു നിമിഷവും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് ഉന്മേഷ്. വിഴിഞ്ഞത്തെ KSRTC ഡിപ്പോയാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ ആ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ പ്രകടം. അപ്പോഴും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ട് വന്നതാണ്, നടപടിയില്ല എന്നുള്ള ആക്ഷേപം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.